ഹായ് ഫ്രണ്ട്സ്, ഇത് രാമേശ്വരത്തേക്കുള്ള എൻ്റെ രണ്ടാമത്തെ യാത്രയാണ്. കഴിഞ്ഞ തവണ പടിഞ്ഞാറ് ഭാഗത്തു കൂടിയാണെങ്കിൽ ഇത്തവണ കിഴക്ക് ഭാഗത്തു കൂടിയാണ് അമ്പലത്തിലേക്കുള്ള യാത്ര. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിൻ്റെയൊക്കെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ രാമേശ്വരം അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള 22 കിണറുകളിൽ സ്നാനം ചെയ്യൽ. എന്ന് വെച്ചാൽ ഈ 22 കിണറുകളും ഓരോ ദേവിമാരുടെ ഇതെന്നാണ് സങ്കല്പം. അതിനുശേഷം ഈ കിണറുകളിൽ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപവും അറിഞ്ഞോ അറിയാതെ ചെയ്തു ഒരുപാട് പാപം തീരും എന്നൊരു സങ്കല്പവുമുണ്ട്. സത്യത്തിൽ ഇത് ശ്രീരാമൻ രാവണനുമായുള്ള യുദ്ധത്തിൽ രാവണനെ വധിച്ച ശേഷം ഇവിടെ വന്ന് സീതാദേവിയുടെ ഉപദേശത്താൽ ഇവിടെ വന്ന് ഒരു പ്രതിഷ്ഠയുണ്ടാക്കി, ശിവഭഗവാന് പ്രതിഷ്ഠയുണ്ടാക്കി അങ്ങനെ പാപത്തിൽ നിന്നും മുക്തി നേടി എന്നാണ് കഥ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ജാഥ പോലെ കുറേ സ്ത്രീകൾ തലയിൽ എന്തൊക്കെയോ വെച്ച് ഇങ്ങനെ നടന്ന് ഈ ചെണ്ടയും ഒക്കെയായി അവരിങ്ങനെ നടന്നു പോകുന്ന കാഴ്ച നല്ല രസമാണ്. രാമേശ്വരത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും ഒരുപാട് ഉപക്ഷേത്രങ്ങളുമുണ്ട്. അത്രയേറെ ക്ഷേത്രങ്ങളിലുള്ള ഒരു സ്ഥലമാണ് രാമേശ്വരം. ഈ തീർത്ഥക്കിണറുകളിൽ കുളിക്കുന്നതിന് മുമ്പ് ആദ്യപടിയായി ഇവിടെ തീർത്ഥ സ്നാനം ഉണ്ട്. അതായത് ബംഗാൾ ഉൾക്കടൽ എന്ന മഹാസമുദ്രത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കുകയാണ്. ഈ ബീച്ചിലിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരായ ആളുകൾ മരിച്ചവർക്ക് വേണ്ടി ബലിയിടാം. പിന്നെ അതിന് ഇവിടെ പൂജാരിമാരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുറേ പശുക്കളെ കാണാം. നമ്മൾ കാശ് കൊടുത്ത് ഈ പുല്ല് വാങ്ങി അവക്കൊക്കെ കൊടുക്കാം. ബംഗാൾ ഉൾക്കടൽ തീരെ ആഴമില്ലാത്ത കടലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പേടി കൂടാതെ ഈ കടലിൽ പോയി മുങ്ങാം. അതാണ് ആദ്യത്തെ പരിപാടി. അതിനുശേഷം ഈ നനഞ്ഞ ഈറനാലെ രാമേശ്വരം ക്ഷേത്രത്തിനകത്ത് പോയി 22 കിണറുകളിൽ പോയി കുളിക്കാം. അതിനൊക്കെ ആളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വന്നു. ബംഗാൾ ഉൾക്കടലിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ മുങ്ങി. അങ്ങനെ ദൂരെ കുറേ ബോട്ട് നിർത്തിയിട്ടത് കാണാം. നമ്മൾ ധനുഷ്കോടി പാമ്പൻ പാലം പോകുമ്പോൾ ഈ ചെറിയ ബോട്ടുകളെയൊക്കെ കാണാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുളിച്ച് ഇനി അവരെല്ലാം എൻ്റെ കൂടെയുള്ളവരൊക്കെ വേഗം നടന്നു പോയി. ഇനി 22 കിണറുകളിൽ കുളിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം, ക്യൂ നിൽക്കണം, അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പോൾ എന്ത് മനോഹരമാണ് ഈ ശാന്തമായ ബംഗാൾ ഉൾക്കടൽ അല്ലേ. ഇത് തീരെ ആഴമില്ലാത്തതുകൊണ്ട് ആർക്കും അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പശുക്കൾക്കൊക്കെ പുല്ല് കൊടുത്ത് പാപം തീരണ്ടേ, അങ്ങനെ തിരിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇത് കിഴക്ക് ഭാഗമാണ്. ഈ കിഴക്ക് ഭാഗത്ത് ഈ ഗോപുരത്തിൻ്റെ മുന്നിലായി നന്ദിയുടെ പുറത്ത് ശിവനും പാർവതിയും, പിന്നെ 2 സൈഡിലായി മുരുകനും ഗണപതിയും ഒക്കെ കാണാം. അപ്പോൾ ഒരുപാട് നടപ്പാതയുണ്ട്. ഈ സൈഡിലൂടെ നടന്ന് വേണം ഈ കിണറുകളിൽ കുളിക്കുന്ന സ്ഥലത്ത് എത്താൻ. അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ നടന്നുപോയി. എൻ്റെ കൂട്ടുകാരൊക്കെ വളരെ മുമ്പേ അവർ നടന്നുപോയി. ഞാൻ പതുക്കെ ഈ ചുറ്റിലും ഷൂട്ട് ചെയ്ത് അങ്ങനെ പിന്നാലെ നടന്നു.
അങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുന്നിലായി ആളുകൾ ഈ കിണറുകളിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നതിനുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ കൂട്ടം കൂട്ടമായി പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലത്തെ സമയമാണ്. നല്ല തിരക്കുണ്ട്. ആളുകളൊക്കെ ഭയങ്കര നടന്ന് കൂട്ടം കൂട്ടമായി അവിടെ നിന്ന് പലതും വാങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിന് പുറത്തുള്ള നടപ്പാത. അപ്പോൾ ഇതിലൂടെ ആൾക്കാർ നടന്ന് നീങ്ങുകയാണ്. ഉള്ളിൽ ഡ്രസ്സ് മാറാൻ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് കുളിച്ച് കഴിഞ്ഞ് പ്രധാന വിഗ്രഹത്തിൽ പോയി തൊഴുത് എന്നിട്ട് വേണം പുറത്ത് വന്ന് ഡ്രസ്സൊക്കെ മാറ്റാൻ. അപ്പോൾ എല്ലാത്തിനും ഇതിനകത്ത് സൗകര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ അമ്പലത്തിനുള്ളിലുള്ള നീണ്ട ഇടനാഴികളിൽ കൂടി നടന്നിട്ടുണ്ട്. ഈ അമ്പലത്തിനകത്തെ വാസ്തുശില്പം അതിമനോഹരമാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൊടുക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്, 25 രൂപ ഒരു കിണറിൽ. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കുളിക്കുന്ന ഫോട്ടോ എടുക്കാൻ അവർ അനുമതിയില്ലെങ്കിലും കൂടി എൻ്റെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെ കുളിക്കുന്നതൊക്കെ ഞാൻ ചെറിയ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാർ കുളിച്ച് 22ാമത്തെ കിണറിലാണ് ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ മുമ്പോട്ട് നടന്നു. അപ്പോൾ ഇവരെ ഇനി പ്രധാന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്. തിരിച്ച് ഞാൻ ഏറ്റവും അറ്റത്തുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ എൻ്റെ മറ്റു സുഹൃത്തുക്കളൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ആ സുഹൃത്തുക്കളോടുകൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുത്തെ ഭംഗിയുള്ള ഇടനാഴികൾ ലോകപ്രസിദ്ധമാണ്. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ ഈ 22 കിണറുകളിൽ കുളിക്കുന്നത് പറ്റില്ല. കാരണം ഓരോരുത്തരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ്. ഇവിടെയുള്ള പല സ്റ്റാച്യൂസും നമ്മൾ കാണുമ്പോൾ ഞെട്ടിപ്പോവും. എന്തൊരു കരവിരുത് അല്ലേ. അങ്ങനെ അവസാനമായി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. എല്ലാവരും രാമേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു. ഡ്രസ്സൊക്കെ മാറി നമ്മളിനി ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്.